നിങ്ങൾക്ക് സന്ധികളിൽ വീക്കം അനുഭവപ്പെടുന്നുണ്ടോ? ബ്ലഡ് ടെസ്റ്റ് എടുത്തു നോക്കിയപ്പോൾ യൂറിക് ആസിഡ് കൂടിയിരിക്കുന്നതായി കാണുന്നുണ്ടോ? എങ്കിൽ ഇത് ഗൗട്ട് കൊണ്ടായിരിക്കാം. എന്തൊക്കെയാണ് നമ്മുടെ ഗൗട്ടിന്റെ ലക്ഷണങ്ങൾ? ശരിയായിട്ടുള്ള ഇൻഫ്ലമേഷൻ, പ്രത്യേകിച്ച് സന്ധികളിൽ നല്ല സ്വെല്ലിംഗ് ഉണ്ടാകും, അതേപോലെ നിർവീക്കം, വേദന, റെഡ്നെസ്, ചെറിയൊരു ചൂട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള വേദന, ഇതൊക്കെയാണ് നമ്മുടെ ഗൗട്ടിന്റെ ലക്ഷണങ്ങൾ. യൂറിക് ആസിഡ് കൂടിയിരിക്കുന്ന സമയത്ത് ഗൗട്ട് കാണിക്കാം. ശരിക്കും യൂറിക് ആസിഡ് കിഡ്നി ഫംഗ്ഷനിലൂടെ, യൂറിനിലൂടെ പുറന്തള്ളേണ്ട കാര്യങ്ങളാണ്. എന്നാൽ യൂറിക് ആസിഡ് ചില സമയങ്ങളിൽ ക്രിസ്റ്റൽസ് ആയിട്ട് സന്ധികളിൽ വന്നടിയുകയും തുടർന്ന് ഈ ഗൗട്ടിന്റെ ലക്ഷണങ്ങൾ കാണിക്കുകയും ചെയ്യുന്നു. എന്നാൽ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, യൂറിക് ആസിഡ് ഉള്ള ആളുകളിൽ എല്ലാ ആളുകളിലും ഗൗട്ടിന്റെ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല. പക്ഷേ യൂറിക് ആസിഡ് 7ലും മുകളിൽ പുരുഷന്മാരുടെ കേസിലാണെങ്കിൽ 7ലും മുകളിൽ, സ്ത്രീകളുടെ കേസിലാണെങ്കിൽ 6ലും മുകളിലാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ കാണിക്കുന്നത് എങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ മരുന്നെടുക്കണം. കാരണം യൂറിക് ആസിഡ് ഈ സന്ധിയിലെ പ്രശ്നം, അതായത് വേദന ഉണ്ടാക്കുന്നില്ലെങ്കിലും ചിലപ്പോൾ അത് നമ്മുടെ ഹൃദയത്തെ ബാധിക്കാം, ലിവറിനെ ബാധിക്കാം, ഫാറ്റി ലിവർ ആയിട്ട്, കിഡ്നിയെ ബാധിക്കുമ്പോൾ കിഡ്നി സ്റ്റോൺ ആയിട്ട് കാണിക്കാം, ഉയർന്ന രക്തസമ്മർദ്ദം, ഡയബറ്റീസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ യൂറിക് ആസിഡ് കൂടി നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് ഈ സന്ധികളിൽ വേദന വന്നാൽ മാത്രമാണ് നമ്മൾ യൂറിക് ആസിഡിന് വേണ്ടി, കുറയുന്നതിന് വേണ്ടി മരുന്നെടുക്കുന്നത്. അതൊരിക്കലും പാടില്ല. നിർബന്ധമായിട്ടും നിങ്ങൾ മരുന്നെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഷെൽഫിഷ് കുറയ്ക്കുക, റെഡ് മീറ്റ് ഒഴിവാക്കുക, പ്രധാനമായിട്ടും കുറയ്ക്കേണ്ടതാണ്. ഉപ്പ് കൂടുതലുള്ള അച്ചാർ പോലുള്ള സാധനങ്ങൾ കുറയ്ക്കുക, മധുരം വളരെയധികം കൂടുതൽ കുറയ്ക്കുക, ആൽക്കഹോൾ കണ്ടന്റുള്ള സാധനങ്ങളും ആൽക്കഹോളും നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂറിക് ആസിഡ് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരമാകുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക. താങ്ക്